എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജാതകത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അല്ലേ. അപ്പം അതിനൊക്കെയുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ചാനൽ ഒന്ന് സബ് അടിക്കുക. ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്തു തരുന്നതാണ്. അപ്പോൾ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ചെയ്തു തരുന്നതാണ്. അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കണം. ചില ആൾക്കാർ വിളിക്കാറുണ്ട്, തിരുമേനി എനിക്ക് ഭയങ്കര അസുഖമാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യുക്തി കൊണ്ട് ചിന്തിക്കണം. നമ്മൾ അസുഖം വന്നെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോയെങ്കിൽ മാത്രമേ അതിന് പ്രതിവിധിയുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ താൻ പാതി ദൈവം പാതി എന്ന് പറയും അല്ലേ. ഒരു ഡോക്ടറാണെങ്കിലും ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഈശ്വരാന്ന് വിളിച്ചിട്ടാണ് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ കർമ്മം ചെയ്യണം. അസുഖം വന്നതിന് ശേഷം നമ്മൾ മരുന്ന് കഴിക്കുക. ഒപ്പം തന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ ഞാൻ കഴിക്കുന്ന മരുന്നുകളൊക്കെ എനിക്ക് പ്രയോജനം ഉണ്ടാകണം, എൻ്റെ അസുഖങ്ങൾ മാറും, എങ്കിൽ മാത്രമേ ഒരു പൂർണ്ണമായിട്ടും അസുഖങ്ങൾ മാറത്തുള്ളൂ. ആ വിളിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. വിശാഖം നക്ഷത്രത്തിന് ജാതകത്തിലെ എത്ര ഭാഗ്യങ്ങളുണ്ടായാലും അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ജാതകദോഷം കൊണ്ട് വിശാഖ നക്ഷത്രക്കാർ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള ഒരു പരിഹാര വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വിശാഖ നക്ഷത്രം ശരിക്കും പറഞ്ഞാൽ സുബ്രഹ്മണ്യന്റെ നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം. അതുകൊണ്ടാണ് ഭഗവാനെ വിശാൽ എന്നൊരു പേരും കൂടെ വിളിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചില ഭക്തജനങ്ങൾ പൂയമാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കുമുള്ള സുബ്രഹ്മണ്യന്റെ നക്ഷത്രം വിശാഖമാണ്. ഭഗവാൻ വിശാഖം നക്ഷത്രത്തിലാണ് ജനിച്ചത്. അപ്പോൾ ഈ വിശാഖം നക്ഷത്രക്കാരെ എപ്പോഴും ഈ പറയുന്ന ജാതകത്തിലെ അനുകൂലമായ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് മിക്കവരും പറഞ്ഞത്. തിരുമേനി എൻ്റെ കൂട്ടുകാരൻ വിശാഖമാണ്, പക്ഷെ ഞാനും വിശാഖമാണ്. അവൻ നല്ല ജോലിയൊക്കെ കിട്ടി വിദേശത്ത് പോയി, ഞാനിപ്പോഴും ഇവിടെ കറങ്ങി അടിച്ചില്ലെങ്കിൽ ഒരു ജോലി പോലും ഇല്ലാതെ ഞാനിങ്ങനെ നടക്കുന്നു, പക്ഷേ ഞാൻ മാത്രം രക്ഷപ്പെടുന്നില്ല തിരുമേനി, അതെന്താന്ന് പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട്. തിരുമേനി വീഡിയോ ചെയ്യുന്നു, അതിൽ വിശാഖ നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടുന്നില്ല, ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ നല്ല സമയം എന്ന് പറയുന്നു, പക്ഷേ എനിക്ക് വേണ്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും അനുകൂലമാകുന്നില്ലെന്നാണ് വിശാഖ നക്ഷത്രക്കാർ പറയുന്നത്. അപ്പോൾ വിശാഖ നക്ഷത്രക്കാരുടെ ജാതകത്തിൽ ഈ പറയുന്ന നല്ല ഭാഗ്യങ്ങളുണ്ടായിട്ട് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ വിശാഖ നക്ഷത്രം നമുക്ക് എല്ലാവർക്കും അറിയാം സുബ്രഹ്മണ്യൻ്റെ നക്ഷത്രമാണ്. അപ്പം ഈ വിശാഖ നക്ഷത്രക്കാർക്ക് എന്ത് വഴിപാട് ചെയ്താലാണ് ഈ ജാതകത്തിലെ ദോഷങ്ങൾ മാറി കഷ്ടകാലങ്ങളൊക്കെ മാറി സമ്പത്ത് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിശാഖ നക്ഷത്രക്കാർ ചൊവ്വാഴ്ച വരുന്ന ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഒരു വെള്ളിയുടെ വേല് മേടിക്കണം. വെള്ളിയുടെ വേല് മേടിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. കൂടി വരുവാണെങ്കിൽ 10-200 രൂപ, പലയിടത്തും പല റേറ്റ് ആയിരിക്കും. വെള്ളിയുടെ വേല് മേടിച്ചിട്ട് ആ വേല് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ദൃഷ്ടിക്ക് വെക്കണം. അതായത് ചെറിയൊരു വേല് മതി, വെള്ളിയുടെ വേല് തന്നെ മതി. അതായത് നമ്മൾ ദൃഷ്ടിക്ക് വെച്ചിട്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന ജാതകത്തിലെ ദോഷങ്ങൾ, സമയദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, പ്രാക്ക് ദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, രോഗങ്ങൾ, എല്ലാ തടസ്സങ്ങളും മാറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ രണ്ട് വേല് നമ്മൾ പിടിച്ച് വേണം പ്രാർത്ഥിക്കാൻ. അത് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 6 വലത്ത് വെക്കുക. സുബ്രഹ്മണ്യന് 6 വലത്ത് ക്ഷേത്രത്തിന്റെ അകത്ത് ഷർട്ട് ഊരി, അതായത് പുരുഷന്മാരാണെങ്കിൽ ഷർട്ട് ഊരുക, സ്ത്രീകളെ അറിയാലോ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ട് 6 വലത്ത് വെച്ചിട്ട് ഭഗവാനോട് ഈ വേല് പിടിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ജാതകത്തിലെ ദോഷങ്ങളൊക്കെ മാറി ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയാനുള്ള വഴി തെളിയിച്ച് തരണേ സുബ്രഹ്മണ്യനോട് ഈ വേലെടുത്ത് കൈ പ്രാർത്ഥിക്കണം. വേല് നമ്മൾ വെള്ളിയുടെ വേല് തന്നെ വേണം. ചിലയിടത്ത് ഈ പറയുന്ന ആൾക്കാർ വെങ്കലമല്ല, വെള്ളിയുടെ വേല്. ഈ വെള്ളിയുടെ വേലിനകത്ത് അതിൻ്റെ കൂടെ ഒരു 6 ചെറുനാരങ്ങ. എത്രയാണ്? 6 ചെറുനാരങ്ങ കൈ പിടിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ വലത്തെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു ഇല എടുക്കണം, തൂഷനല്ല. അപ്പൊ തൂഷലയുടെ തുമ്പ് സുബ്രഹ്മണ്യന്റെ നേരെ പോകണം. അതായത് വേല്, ആ വേലും ഭഗവാന്റെ നേരെ വെച്ചിട്ട് ഈ ചെറുനാരങ്ങ എന്ത് ചെയ്യണം, ഈ വാഴ ഇലക്കകത്ത് വെക്കണം. അപ്പൊ ഇത് വെക്കുമ്പോൾ 10 ധൃതിക്ക് വെക്കുമ്പോൾ നാരങ്ങ താഴെ പോകുന്ന വെച്ചിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പയ്യെ സാവധാനം ചെയ്താൽ മതി. അങ്ങനെ പെട്ടെന്ന് ധൃതിക്ക് വെക്കുമ്പോൾ നാരങ്ങ ഉരുണ്ട് താഴെ വീണെന്ന് വെച്ച് ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്ത് നടയിൽ വെക്കണം. അപ്പം നമ്മൾ തിരുമേനിയുടെ പറയണം, ഇങ്ങനെ ഞാൻ നോക്കിച്ചപ്പോഴത്തേക്ക് ദോഷങ്ങൾ മാറാണ്ട് ഈ വേലും 6 ചെറുനാരങ്ങയും വെക്കുന്നുണ്ടെന്ന് അവിടുത്തെ തിരുമേനിയോട് പറയണം. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജാതകത്തിൽ, അതായത് നമ്മളെ ജാതകത്തിൽ എത്ര ഭാഗ്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അനുഭവിക്കാൻ പറ്റാതിരിക്കുന്ന ദോഷങ്ങളാണെങ്കിലും ഭഗവാന് ഈ വേലും 6 ചെറുനാരങ്ങയും കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ദോഷം മാറി നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ കൊണ്ട് നമുക്ക് സാമ്പത്തിക ലാഭം. ഇപ്പോൾ വിദേശത്ത് പോകുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് അവർക്കത് അനുകൂലമായിട്ട് വരും. വീട് പണിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുക. ഇപ്പോൾ വീട് പണി വിശാഖ നക്ഷത്രക്കാർക്ക് തടസ്സപ്പെട്ട്
എടുക്കുക. അപ്പം ആ ഒരു തടസ്സം മാറി 4ാം ദിക്കിന്ന് അവർക്ക് പൈസകൾ എത്തുക, ഇല്ലെങ്കിൽ ലോണൊക്കെ എത്ര വാങ്ങിച്ചെന്നാലും അവർക്ക് ലോണൊക്കെ പാസ്സാകാനുള്ള കാര്യങ്ങൾ, രോഗശമനം, ഒപ്പം തന്നെ ശത്രുദോഷങ്ങൾ, തടസ്സങ്ങൾ, എല്ലാ കാര്യത്തിലും ഈ വേല് വെച്ച് കഴിഞ്ഞ് പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും വിശാഖ നക്ഷത്രക്കാർക്ക്. യാതൊരു സംശയമില്ല. വേല് വെച്ച് ഏകദേശം 3-4 ദിവസം കഴിഞ്ഞ് നമുക്ക് അതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു തവണ ഒരു വെള്ളിയുടെ വെയിൽ മേടിച്ച് ചെയ്താൽ മതി. ബാക്കി നമ്മുടെ സുബ്രഹ്മണ്യനുള്ള വിശ്വാസവും ഭക്തിയും പോലെ ഇരിക്കും നമ്മുടെ കാര്യങ്ങൾ. ഇത് ഞാൻ പറഞ്ഞെന്ന് കേട്ടി ഒരു കടയിൽ പോയി ഒരു വെയിൽ മേടിച്ച് 6 തിരഞ്ഞാൽ വെച്ച് ഭവൻ എൻ്റെ കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല. എന്നോടുള്ള വിശ്വാസമല്ല, സുബ്രഹ്മണ്യനുള്ള വിശ്വാസം ആത്മാർത്ഥമായിട്ട് ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമായി എന്നൊരു ഉറച്ച വിശ്വാസം സുബ്രഹ്മണ്യനോട് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ. അപ്പോൾ വിശാഖ നക്ഷത്രക്കാർ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെ ഈ ഒരു വേലും 6 ചെറുനാരങ്ങയും കൊടുക്കുമ്പോഴത്തേക്ക് അതിനൊരു പരിഹാരമായി. അപ്പോൾ വേല് കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും പറയുന്നത്, വെള്ളിയുടെ വേല് അത് ചെറിയൊരു വേലായി മതി. ബാക്കി വലുത് വേണമെന്നൊക്കെ ഭക്തജനങ്ങളുടെ സാമ്പത്തികം പറയുമ്പോൾ 6 ചെറുനാരങ്ങ, അധികം പഴുത്തതും ആകരുത്, അധികം പച്ചയാകരുത്, ഇളം പഴുത്ത നാരങ്ങയായിരിക്കണം. തൂഷണലയുടെ തുമ്പ് നേരെ, വേല് ഭഗവാന്റെ നേരെ ആയിരിക്കണം. 6 വലത്ത് വെച്ചിട്ട് ഈ വേല് നമ്മുടെ നെറ്റിയിലൊന്ന് മുട്ടിക്കണം, ദൃഷ്ടിയിൽ. അതായത് ഞാൻ ഈ കുങ്കുമം തൊട്ട് നമ്മൾ മുട്ടിച്ച് വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഇത് മുട്ടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടായിരുന്ന, നമ്മുടെ ദേഹത്തുണ്ടായിരുന്ന ഈ പറയുന്ന പോലെ തലയിലൊക്കെ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജി കാര്യങ്ങൾ ഈ വേല് വെള്ളിയാവുണ്ട് ഇത് ക്യാച്ച് ചെയ്യും. ആ ദോഷമാണ് നമ്മൾ സുബ്രഹ്മണ്യന് കൊണ്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ദോഷങ്ങളും നമ്മുടെ ജാതക ദോഷങ്ങളും നവഗ്രഹ ദോഷങ്ങളും എല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് ഈ ഒരു വഴിപാട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തന്നെയാണ്. ഉപദേവതായിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ കഴിവതും ചെയ്യാതിരിക്കുക. ഭഗവാൻ രാജാവായിട്ടിരിക്കുന്ന ഭഗവാന്റെ ക്ഷേത്രത്തിൽ തന്നെ എല്ലാ ഭക്തജനങ്ങളും ചെല്ലണം. ഇത് ഈ പറയുന്ന വിശാഖ നക്ഷത്രം വരുന്ന ദിവസവും ചെയ്യാം, അല്ലാതെ ഭക്തജനങ്ങൾ ചൊവ്വാഴ്ച ചെയ്യും. പിന്നെ ചില ഭക്തജനങ്ങൾക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്ക് ഞായറാഴ്ച മാത്രം സൗകര്യമുള്ളൂ എന്ന് വിചാരിക്കുന്ന ഭക്തജനങ്ങൾ ഞായറാഴ്ച ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഭക്തജനങ്ങളുടെ വിശ്വാസമാണ്. ഇപ്പം എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ജ്യോതിഷ സംബന്ധമായ അറിവുകളോ നിങ്ങളുടെ വീട്ടിലെ വാസ്തു നോക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്നെ വിളിക്കുക, കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. എൻ്റെ നമ്പർ ഞാനിപ്പം താഴെ തന്നെയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഭക്തജനങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നമസ്കാരം.